നമുക്കിന്ന് നുറുക്ക് ഗോതമ്പ് വെച്ച് ഹൽവ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഹൽവ തയ്യാറാക്കാൻ 250 ml കപ്പിൽ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള നുറുക്ക് ഗോതമ്പാണ്. ഇനി ഇത് നന്നായി കഴുകി ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനിടണം. 4 മണിക്കൂറിന് ശേഷം കുതിർത്തെടുത്ത ഗോതമ്പ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൂടെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്ത ഗോതമ്പ് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുക്കണം. അടുത്തതായി 380 ഗ്രാം ശർക്കര കുറച്ച് വെള്ളവും ഒഴിച്ച് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്തതിന് ശേഷം ശർക്കര പാനി അരിച്ചെടുക്കണം. ഇനി ഒരു കടായിലേക്ക് അരിച്ചെടുത്ത ഗോതമ്പിൻ്റെ പാൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് തേങ്ങാപ്പാൽ, തേങ്ങയുടെ 1/4 പാലാണ്, ഇത് കടായിലേക്ക് ഒഴിച്ച് സ്റ്റൗ ഓൺ ചെയ്ത് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും, അതുകൊണ്ട് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. 1/4 ടീസ്പൂണിന് താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹൽവയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ട് കുറുകി വരുമ്പോൾ അരിച്ചെടുത്ത ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഇളക്കി ഹൽവ സെറ്റാക്കണം. ഹൽവ തയ്യാറാക്കാൻ പാത്രം എടുക്കുമ്പോൾ ചുവട് കട്ടിയുള്ള പാത്രം എടുക്കണം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുറച്ച് നല്ലതാണ് കേട്ടോ, അധികം അടിയിൽ പിടിക്കില്ല. ഈ പരുവമാകുമ്പോൾ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. കൂടെ 1 ടീസ്പൂൺ പഞ്ചസാരയും. അതിനുശേഷം നന്നായി ഇളക്കി വലിയിച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുമിച്ച് ഒഴിക്കാതെ കുറേശ്ശെയായിട്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പരുവത്തിൽ 1/4 കപ്പിനടുത്ത് അണ്ടിപ്പരിപ്പ് ചെറിയ പീസുകളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം ഹൽവ സെറ്റായി വരുന്നുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നെയ്യ് തടവിയ ഒരു പ്ലേറ്റിലേക്ക് ചൂടോടുകൂടി തന്നെ ഹൽവയിട്ട് സെറ്റ് ചെയ്യണം. ഒരു സ്പൂണോ തവിയോ വെച്ച് നന്നായി പ്രസ് ചെയ്ത് ഷേപ്പാക്കി എടുക്കണം. സ്പൂൺ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പുറത്ത് നെയ്യ് പുരട്ടിയിട്ട് വേണം ഹൽവ ഷേപ്പാക്കാൻ, അല്ലെങ്കിൽ സ്പൂണിൽ ഒട്ടിപ്പിടിക്കും. 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 380 ഗ്രാം ശർക്കര കറക്റ്റ് പാകമാണ്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ മാറ്റം വരുത്താം. ഹൽവ റെഡി ആയിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്